ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ ഹലോ വരുൺ. വരുൺ, പ്രിയങ്കയ്ക്ക് ഇതുവരെ ബോധം വീണിട്ടില്ല. അല്പം ഗുരുതരാണെന്ന് ഡോക്ടർമാര് പറയുന്നത്. എടോ, അങ്ങനെ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. ബോധമറ്റ് കിടക്കുന്നുള്ളപ്പോൾ അഭിനയിക്കാനൊക്കെ അവൾക്ക് പറ്റും. അല്ല വരുൺ, കാര്യമായിട്ട് തന്നെയാ. വരുൺ, എനിക്ക് പേടിയായിട്ട് വയ്യ. താനെന്തിനാണ് പേടിക്കുന്നത്? വേണമെങ്കിൽ ഞാനും കൂടെ അങ്ങോട്ട് വരാം. താൻ എൻ്റെ കൂടെ പോരെ? അമ്മയും ഏട്ടനും അവിടെ ഉണ്ടല്ലോ. ഇല്ല, വരുൺ ഇങ്ങോട്ട് വരണ്ട. എനിക്കിവിടെ നിന്നേ പറ്റൂ. എടോ, തന്റെ പേടി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവളെ ഞാൻ ബോധപൂർവ്വം കൊല്ലാൻ നോക്കിയതാണെന്ന് ഇവിടെ ചിലർ പറയുമായിരിക്കും. അത്തരക്കാർ നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷെ അതിലൊന്നും പേടിക്കാൻ എന്നെ കിട്ടത്തില്ല. മുത്തശ്ശി എവിടെ? എന്റെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. രാധിക മുത്തശ്ശി. മോളെ, എങ്ങനെയുണ്ട് അവക്ക്? ബോധം വീണിട്ടില്ല മുത്തശ്ശി. കാര്യങ്ങളൊക്കെ അല്പം കൈവിട്ട അവസ്ഥയില്ല. ഈശ്വര, വരുൺ ഇപ്പോഴും ദേഷ്യത്തിൽ തന്നെയാ. ചിലപ്പോ ആറ്റോശ്ശേരി വിളിച്ച് എന്തെങ്കിലും പറയാൻ സാധ്യതയുണ്ട്. മുത്തശ്ശി ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കോ? അതൊക്കെ മുത്തശ്ശി നോക്കിക്കോളാം. മോൾ അവിടുത്തെ കാര്യങ്ങൾ നോക്ക്. ശരി മോളെ. ശരി. വരുൺ, മോനെ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെ വിളിക്ക്. ഇതിനിടയിൽ ഇവിടെ എന്തിനാ അഡ്വക്കേറ്റ്? ഞാൻ പറയുന്നത് മോനും കേക്ക്. ഇക്കാര്യം അറിഞ്ഞാല് സുകുമാരി വെറുതെ ഇരിക്കില്ല. സുകുമാരി ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കില്ല നേരെ പോവുക, നേരെ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. എല്ലാരും കൂടി കൊല്ലാൻ നോക്കിയെന്നല്ലേ പറയൂ. എന്തിനാ എല്ലാരും കൂടെ നോക്കിയെന്ന് പറയുന്നത്? ഞാൻ കൊല്ലാൻ നോക്കിയെന്ന് പറയട്ടെ. നിയമപ്രശ്നം ഞാനങ്ങ് നേരിട്ടാ മതിയല്ലോ. നീ വെറുതെ വാശി കാണിക്കല്ലേ. മുന്നോട്ടുള്ള നടപടികൾ എന്താണെന്ന് ഒരു വക്കീലിനോട് ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി മുന്നോട്ട് ഒരു നടപടിയുള്ളൂ. ഒരു കാരണവശാലും പ്രിയങ്ക കണിമംഗലത്തേക്ക് തിരിച്ചു വരാൻ പാടില്ല. എന്റെയും രാധികയുടെയും ജീവിതത്തിലേക്കും. അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പറഞ്ഞ കേക്കില്ല അല്ലേ? മുത്തശ്ശി, ഇത്രയും നാളും രാധികയുടെ മനസ്സിലുള്ള പേടിയാണ് അവർ മുതലെടുത്തുകൊണ്ടിരുന്നത്. അയാളുടെ മനസ്സിലുള്ള സന്തോഷമെല്ലാം അവർ തട്ടിക്കളഞ്ഞതും അങ്ങനെയാ. ഞാൻ പേടിക്കുകയോ മാറി നിൽക്കുകയോ ചെയ്താൽ രാധിക വീണ്ടും അപകടത്തിൽപ്പെടും. അതെന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറഞ്ഞോളാം. ആറ്റുവാശ്ശേരിയിലെ സുകുമാരി അമ്മയെ നേരിടാൻ കണിമംഗലത്തുകാർ ഇത്രയും ഒരുങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഭ്രാന്ത് പിടിച്ചൊരു തള്ളയ്ക്ക് കൊള്ളാവുന്ന ഒരു ചൂരൽ വടി മതിയാവും. നീ എന്താ മോനെ ഇങ്ങനെ? ഒരാൾ ആശുപത്രിയിൽ ബോധം കെട്ട് കിടക്കുമ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ക്രൂരതയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കിടക്കുന്നത് ആരാണെന്നും ഇതിനു മുമ്പ് അയാൾ ചെയ്ത പ്രവർത്തികൾ എന്താണെന്നും എല്ലാവരും ഒന്ന് ഓർക്കുന്നത് നല്ലതാ. സംഭവിച്ച കാര്യങ്ങളില് എനിക്ക് ഒരു മനപ്രയാസമില്ല, കുറ്റബോധവുമില്ല. അവൾ അർഹിച്ചത് അവളങ്ങ് പിടിച്ചു വാങ്ങി, അത്രേ ഉള്ളൂ.